ശ്രീ കെ എം ഷാജഹാൻ, ഈ നവകേരള സദസ്സിന്റെ തൊട്ട് പിന്നാലെ അടുത്ത യാത്രയുമായി മുഖ്യമന്ത്രി ഇറങ്ങുകയാണ്. കടക്കണിയിൽ നട്ടം തിരിയുന്നതിനിടയിലാണ് വീണ്ടും കേരളം കറങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറെടുക്കുന്നത്. മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷ പരിപാടികളുടെ പേരിലാണ് യാത്ര എന്നാണ് പറയുന്നത്. അങ്ങ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഇത് അണയാൻ പോകുന്നതിന് മുമ്പ് ഒരു ആളിക്കത്തലായിട്ട് ഇതിനെ കണ്ടാൽ മതി. അത് തീരാൻ പോകുന്നത് കൊണ്ട് അതിനു മുമ്പ് ഇതുപോലുള്ള ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടും. അതൊക്കെ ഈ പറഞ്ഞ പോലെ അധികാരത്തിൽ നിന്ന് പോകാൻ പോകുന്ന ഗവൺമെന്റുകൾ അവസാന വർഷമാകുമ്പോഴത്തേക്ക് ചെയ്യുന്ന ചില മണ്ടത്തരങ്ങൾ എന്ന് കണ്ടാൽ മതി. ആദ്യം ഒരു യാത്ര നടത്തിയതാണ്. ആ യാത്ര കൊണ്ട് കോട്ടമാണോ നേട്ടമാണോ എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ജനങ്ങൾ അതുപോലെ തന്നെ പരമപുച്ഛത്തോടു കൂടിയേ ഈ യാത്രയും കാണുകയുള്ളൂ, അതിനുള്ള വിലയെ അവർ കൊടുക്കുകയുള്ളൂ. അതൊക്കെ എന്തോ വലിയ കാര്യങ്ങളാണെന്നൊക്കെ ഈ ഏകാധിപതികൾക്ക് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പേ തങ്ങൾ എവിടെയോ മുകളിൽ കയറിയിരിക്കുകയാണെന്നൊക്കെ തോന്നും. ആനപ്പുറത്തിരിക്കുന്നവന്റെ ധാരണ എല്ലാ കാലവും അവൻ ആനപ്പുറത്ത് തന്നെ ആയിരിക്കും എന്നായിരിക്കും. പക്ഷെ ആനപ്പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് മാത്രമേ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുപോലുള്ളൊരു കാര്യമായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി. ഇത്ര വലിയൊരു ചർച്ചാ വിഷയമാക്കേണ്ട ഒരു വിഷയമാണ് പോലും എനിക്ക് തോന്നുന്നില്ല. ശ്രീ ഷാജഹാൻ, ഈ നവകേരള സദസ് കൊണ്ട് കേരളത്തിന് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നവകേരള യാത്ര കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ എന്നുള്ളത് സംബന്ധിച്ച് ഗവൺമെന്റിന് തന്നെ ധാരണയില്ലല്ലോ. ഗവൺമെന്റ് പോലും നവകേരള യാത്ര കൊണ്ട് കേരളത്തിന് ഇന്ന ഗുണമുണ്ടായി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. അതിപ്പം എന്തിനാണ് ചെയ്തത്, അതുകൊണ്ട് ഗുണം എന്താണ് ഉണ്ടായത്, എത്ര പേരുടെ തലയാണ് തല്ലിപ്പൊളിച്ചത്, എത്ര പേർക്കാണ് ലാത്തിയടി കൊണ്ടത്, അതൊക്കെയാണ് യഥാർത്ഥത്തിൽ നവകേരള യാത്ര കൊണ്ടുണ്ടായ ഗുണമെന്ന് പറയുന്നത്. ഒരു പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരന്റെ തല തല്ലിപ്പൊളിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞു. കണ്ട സ്ഥലങ്ങളിൽ മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച് അവരുടെ തലയും കൈയും കാലും എല്ലാം പൊട്ടിച്ചു, കാലും കൈയൊക്കെ ഓടിച്ചു. അതൊക്കെയാണ് കേരള യാത്ര, ഈ നവകേരള യാത്രയുടെ നേട്ടം. അതുപോലെ ഇനി ഒരു തവണ കൂടി കുറെ പാവപ്പെട്ട പ്രതിപക്ഷ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഇവരുടെയൊക്കെ തലതല്ലി പൊളിക്കാം, കാല് തല്ലി ഓടിക്കാം എന്നുള്ളത് മാത്രമേ ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്നുള്ളത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. വളരെയധികം നന്ദി ശ്രീ കെ എം ഷാജഹാൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.